ഏത് വേഷമാണെങ്കിലും അദ്ദേഹം അനായാസം കൈകാര്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഡയലോഗുകളൊക്കെ നമ്മൾ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായും നമ്മുടെ സ്ഥിരമായുള്ള തമാശകളിലുമൊക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഡയലോഗുകൾ നമ്മളെല്ലാം സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഡയലോഗുകൾ ഒഴിഞ്ഞ ഒരു തമാശയും സൗഹൃദ സംഭാഷണങ്ങളിൽ നമുക്ക് വരാറില്ല എന്നതാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും സുപരിചിതനാണ് അദ്ദേഹത്തിന്റെ സിനിമ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളിലെ ഡയലോഗുകൾ. അങ്ങനെ എല്ലാ കാലത്തും എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്ന സിനിമാ നടനാണ് ഇപ്പോൾ നമ്മളോട് വിട പറഞ്ഞ് മടങ്ങുന്നത്. 300-ലധികം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചത്. 100-ലധികം ശ്രദ്ധേയമായ സിനിമകളിൽ വേഷമിട്ടു. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളടക്കം അദ്ദേഹം സ്വന്തമാക്കി. സംവിധാനത്തിലാണെങ്കിലും എഴുത്തിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. എല്ലാ മേഖലകളിലും, സിനിമാ മേഖലകളിലെ എല്ലാ മേഖലയിലും അദ്ദേഹം കൈവച്ച് തൊട്ടതെല്ലാം പൊന്നാക്കിയ നടനാണ്. ഷീന മാർട്ടിൻ കൂടി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷീന, പൊതുദർശനം പൂർത്തിയാക്കി പറവൂർ ടൗൺ ഹാളിൽ നിന്ന് മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചു കഴിഞ്ഞു. 1 മണിക്കൂർ വൈകിയാണ് പൊതുദർശനം അവസാനിക്കുന്നത്. ഇനി അവിടെ എത്ര നേരം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്? എത്ര മണിയോടുകൂടിയായിരിക്കും സംസ്കാരം? 3:30 തന്നെ നടത്താൻ കഴിയുമോ? ജിന, 3:30 തന്നെ സംസ്കാരം നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ 1 മണി വരെ കഴിയുന്നത്. അതായത് ഇപ്പോൾ 1 മണി വരെയായിരുന്നു പൊതുദർശനം ടൗൺ ഹാളിൽ പറഞ്ഞിരുന്നത്. പക്ഷേ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഈ പൊതുദർശനം 2 മണി വരെ നീണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും മൃതദേഹം ഇപ്പോൾ സലിംകുമാറിന്റെ ലോഫിംഗ് വില്ലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്, പറവൂരിലുള്ള വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും കാണുന്നതിനായും മറ്റ് ചടങ്ങുകൾക്കായും ഇപ്പോൾ മൃതദേഹം വീടിനുള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. തുടർന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ മൃതദേഹം പുറത്തേക്ക് ഇറക്കി ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള ചടങ്ങുകളെല്ലാം തുടങ്ങും. 3:30 തന്നെ ചടങ്ങുകളെല്ലാം ആരംഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന വിവരം. നിരവധി ആളുകൾ, നമ്മൾ കണ്ടതുപോലെ തന്നെ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ തന്നെ നിരവധി ആളുകൾ ടൗൺ ഹാളിലും തുടർന്ന് ഈ വീടിനും പരിസരത്തുമൊക്കെയായി നിരവധി ആളുകളാണ് ഒരു നോക്ക് കാണാൻ, അവസാനമായി തന്റെ ഹാസ്യനടനെ ഒരു നോക്ക് കാണുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ വലിയ ജനപ്രീതിയുള്ള പറവൂരിലെ വലിയൊരു നടൻ അല്ലെങ്കിൽ വലിയൊരു കലാകാരൻ, യാതൊരു താരപ്രഭയുമില്ലാതെ എല്ലാ മനുഷ്യരോടും ഇടപഴകുന്ന, വളരെ സ്നേഹത്തോടുകൂടെ മാത്രം ഓരോരുത്തരെയും നോക്കിക്കാണുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ വിയോഗം താങ്ങാൻ കഴിയാതെയാണ് ഓരോരുത്തരും അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി ഈ വീട്ടിലേക്കും അതേപോലെ തന്നെ ടൗൺ ഹാളിലേക്കും ഇരച്ചെത്തിയിട്ടുള്ളത്. രാവിലെ മുതൽ ശക്തമായ മഴയാണ് നമ്മൾ കണ്ടു. ശക്തമായ മഴയായിരുന്നു. പക്ഷേ ആ മഴയൊന്നും വകവയ്ക്കാതെ ഓരോരുത്തരും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി ഇങ്ങോട്ട് എത്തിച്ചേരുകയായിരുന്നു. കഥാപാത്രങ്ങളെ സ്വയമായി വളർത്തി വലുതാക്കിയെടുത്ത വലിയൊരു നടൻ സലീമിന്റെ പെരുമാറ്റവും പ്രകടനവും കണ്ടാൽ മാത്രം മതിയായിരുന്നു ഓരോരുത്തർക്കും. അങ്ങനെ വ്യക്തിപരമായി ഓരോരുത്തർക്കും പറയാൻ ഓരോരോ കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ സലീം എന്ന വ്യക്തിയെ അല്ലെങ്കിൽ സലീം എന്ന മനുഷ്യനെ, സലീം എന്ന നടനെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും പറയാൻ അവരവരുടേതായ വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. അത്രമേൽ ഓരോരോ മനുഷ്യരോടും അടുത്ത് പെരുമാറിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഈ സലീം കുമാർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ജനത്തിരക്കും അല്ലെങ്കിൽ ഇത്രയധികം ആളുകളും ഒത്തുകൂടി ഇവിടെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തും തുറന്നു പ്രതികരിക്കാൻ മടിയില്ലാത്ത ഒരു സലീം കുമാർ, അല്ലെങ്കിൽ പ്രതികരണങ്ങൾ എപ്പോഴെങ്കിലും വിവാദമായാൽ ആ വിവാദങ്ങളെയെല്ലാം മറികടക്കുന്ന ഒരു സലീം കുമാർ. ഹാസ്യ നടന സംസ്ഥാന സർക്കാർ നൽകുന്ന ചലച്ചിത്ര പുരസ്കാരം പോലെ നിർത്തലാക്കിയപ്പോൾ സലീം കുമാർ ശക്തമായി പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വന്തം ചിത്രം അല്ലെങ്കിൽ ഈ താൻ എടുക്കുന്ന തന്നെ ഏൽപ്പിക്കുന്ന ജോലി അത് ഏറ്റവും മനോഹരമായി ചെയ്യുന്നതിൽ സലീം കുമാർ എന്നും മുന്നിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഓരോരുത്തർക്കും പറയാൻ അവരുടേതായ വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശനും മന്ത്രിമാരും അതേപോലെ തന്നെ എംപിമാരും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒക്കെ രാവിലെ എത്തിയിരുന്നു, അനുശോചനം അറിയിച്ചിരുന്നു. സിനിമാ രംഗത്തു നിന്നുള്ളവർ, സിനിമാ
ഒപ്പം കൂടെ പ്രവർത്തിച്ചവർ, അണിയറയിൽ ഒപ്പം ഉണ്ടായിരുന്നവർ, ഓരോ സമയത്തും ഓരോ വളർച്ചയിലും ഒപ്പം ഉണ്ടായിരുന്നവർ, ഇനി രാഷ്ട്രീയത്തിലായിക്കോട്ടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലായിക്കോട്ടെ എപ്പോഴും എന്ത് നിലപാടും ഉറച്ച മനസ്സോടുകൂടി ഉറച്ച നിലപാട് വ്യക്തമായി പറയുന്നവർ. അങ്ങനെ സലീംകുമാറിനെ ഓർക്കാൻ, അല്ലെങ്കിൽ സലീംകുമാറിനെ ഓരോരുത്തരുടെയും അവരവരുടേതായ രീതിയിലാണ് സലീംകുമാറിനെ ഓർക്കുന്നത്. താനൊരു അടിയുറച്ച കോൺഗ്രസ്സുകാരനാണെന്ന് തുറന്നു പറയാൻ സലീമിന് ഒരു കാലത്തും മടിയുണ്ടായിരുന്നില്ല. ഒരു കരുണാകരന്റെ ആരാധകനാണെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 10 വയസ്സുള്ളപ്പോൾ തന്നെ കരുണാകരനെ ആളാണ്. ആ സംഭവമൊക്കെ വലിയ വിവാദമായിരുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ആ സംഭവങ്ങളെല്ലാം തന്നെ സലീംകുമാറിനെ കുറിച്ച് രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാ പ്രവർത്തകരുമൊക്കെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. സലീംകുമാർ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ജനിച്ചിട്ടില്ലാത്ത ആ ജൻസി തലമുറ പോലും ഇപ്പോൾ സലീംകുമാറിന്റെ ഡയലോഗുകളാണ് പലപ്പോഴും ട്രോളുകളായും ട്രോളിങ്ങിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്നത്. എല്ലാ ഡയലോഗുകളും, ചില പഞ്ച് ഡയലോഗുകൾ പോലും അത് കൃത്യമായി നമ്മളിപ്പോൾ കാണുന്ന ഈ ട്രോളുകളിലെല്ലാം തന്നെ സലീംകുമാറിന്റെ ഒരു രംഗം ഉണ്ടാവും, അല്ലെങ്കിൽ സലീംകുമാറിന്റെ ഒരു ഡയലോഗ് ഉണ്ടാകും. അത്രയധികം സലീംകുമാർ ഈ തലമുറകളെ, ഓരോ തലമുറയെയും സ്വാധീനിച്ചു എന്ന് തന്നെ വേണം കരുതാൻ ജീന. അതാണ് അദ്ദേഹത്തിനോടുള്ള ഒരു നാടിന്റെ മുഴുവൻ സ്നേഹം, സിനിമാ ലോകത്തിന്റെ സ്നേഹം, കേരളക്കാരുടെ സ്നേഹമാണ് നമ്മൾ രാവിലെ മുതൽ കാണുന്നത്.